ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നന്നേ ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആയി. പിന്നെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഫസ്റ്റ് പരിപാടി തന്നെ ഈ ജനലങ്ങ് തുറന്നിടുന്നത്. അപ്പോഴത്തേനും നല്ല കാറ്റ് വരും, അകത്തോട്ട് നല്ല കാറ്റ് കയറും. പിന്നെ ഇവിടെ കൂടെ നോക്കുമ്പം റോഡ് കാണാം. പിന്നെ ഈ ക്യാബേജും കോളിഫ്ലവറും എല്ലാം നട്ടേക്കുന്ന കാണാം. അത് വല്ല വാട്ടം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കാമല്ലോ രാവിലെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് വാം വാട്ടർ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചായ എനിക്ക് നല്ല കടുപ്പുള്ള ചായ വേണം. പിന്നെ ഷുഗർ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ കുടിക്കുന്നത്. അധികം ഷുഗർ ഇടത്തില്ല, ചിലപ്പം തോന്നിയാൽ കുറച്ച് ഷുഗർ ഇടും. അങ്ങനെ ഒരു നല്ല കടുപ്പുള്ള ചായ ഉണ്ടാക്കി എന്നിട്ട് പോയി കുടിച്ചു. ഒരുപാട് വീഡിയോകൾ നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവത്തില്ല. ചിലപ്പോൾ നല്ല ടേസ്റ്റുള്ള ചായ കിട്ടും, ചിലപ്പോൾ അങ്ങോട്ട് ടേസ്റ്റ് ഇല്ലാത്തൊരു ചായ കിട്ടും. എനിക്ക് പെർഫെക്റ്റായിട്ടൊരു ചായ ഉണ്ടാക്കാൻ ഇതുവരെയും അറിയില്ല. പിന്നെ ചായയുടെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത് കുറച്ച് പാലെടുക്കുക. കുറച്ച് പാലെടുത്ത് പിന്നെ വെള്ളത്തിൽ ആദ്യം ഇതിട്ടിട്ട് തിളപ്പിക്കുക, എന്നിട്ട് പിന്നെ പാലൊഴിക്കുക. പിന്നെ കുറച്ച് നേരം വെളിയിൽ വന്നിരുന്ന് ചായയൊക്കെ കുടിക്കും. ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരെയും കാണാനൊക്കെ ഇവിടെ കുറേ പേരുണ്ട്. എല്ലാവരും ഇങ്ങനെ നിരന്ന് ഇവിടെ ഫ്രണ്ടിൽ തന്നെ കാണും. ഇവിടെ ഒരു 5 പേരുണ്ട്. ഇവരിവിടെ കാവൽ നിൽക്കുക. ഗേറ്റിന് വെളിയിൽ ആരെങ്കിലും വന്നാൽ അവിടെ പോയി കൊത്താൻ വേണ്ടി. ഇപ്പോൾ കുറച്ച് അങ്ങനെ ഇപ്പോൾ കൊത്തൽ കുറച്ച് കഴിഞ്ഞ വർഷം നല്ല ഒരാൾ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് അവിടെ കാലിൽ കുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അന്ന് പിന്നെ നമ്മൾ പേടിപ്പിച്ചു. പിന്നെ കൊത്തത്തില്ലായിരുന്നു, നമ്മളെയും കുത്തുമായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ പേടിപ്പിച്ച് നല്ല നമ്മളതിൻ്റെ ഓടിച്ചു വിട്ടപ്പോഴത്തേക്ക് പിന്നെ അത് ഇപ്പോൾ കൊത്താറുന്നില്ല. പിന്നെ ഇവിടെ മാറ്റമുണ്ട്, ഇത് രാത്രി എടുത്ത് അകത്തിടും. അല്ലെങ്കിൽ ഇവിടെ 2 പട്ടികളുണ്ട്, അവർ 2 പേരും രാത്രി അവിടെ വന്ന് ഇരുന്ന് കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കൂടെ എല്ലായിടത്തും കയറും. കണ്ടില്ലേ, കാവൽ വന്ന് നിൽക്കുന്നതായി വരും. ഇവിടെ അങ്ങ് സ്ഥിരം വന്ന് നിൽപ്പാ ഇവിടെ. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഏരിയ ഉണ്ട്, ആ ഏരിയയിൽ നിൽപ്പായി വരും വന്ന്. എന്നിട്ട് ഇവിടെ എല്ലാം വൃത്തിയിടാക്കും കേട്ടോ, അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മുറിയിൽ പോയി ജനലൊക്കെ തുറന്നിട്ട് പുറപ്പെല്ലാം മടക്കി വെച്ചാൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് ജേർണലിങ്. ഞാനൊരു 5ാം ക്ലാസ് തൊട്ട് ജേർണലിങ് ചെയ്യേ. ജേർണലിങ് എന്ന് പറയുമ്പം ഡയറി, നമ്മുടെ പണ്ടത്തെ ഡയറി എഴുതി വെക്കുന്നുണ്ടല്ലോ. പിന്നെ അതിടയ്ക്ക് നിന്ന് പോയതാണ്. വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും എടുത്ത് വായിക്കണം. എല്ലാവരും ഞാൻ അറിയാതെ രഹസ്യമായിട്ടൊക്കെ എടുത്ത് വായിക്കും. പിന്നെ അതങ്ങ് നിന്ന് പോയി. പക്ഷേ ഇപ്പം എനിക്ക് എന്തൊക്കെയോ എഴുതാൻ തോന്നുമ്പം എഴുതും. കാരണം നമ്മുടെ കുറേ മനസ്സ് കുറച്ച് ഫ്രീ ആവും. ഓക്കെ.